കോഴയാരോപണത്തിന് വിധേയനായ മത്സരവിധി കർത്താവ് മരിച്ച നിലയിൽ കേരള സർവകലാശാല കലോത്സവത്തിൽ മാർഗംകളിയുടെ വിധി നിർണയത്തിൽ കോഴയാരോപണം ഉയർന്ന കേസിലെ ഒന്നാം പ്രതിയായ കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ PN ഷാജിയെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിൽ താൻ നിരപരാധിയാണെന്നും ഇതുവരെ ഒരു പൈസയും വാങ്ങിയിട്ടില്ലെന്നും അർഹതപ്പെട്ടതിന് മാത്രമാണ് കൊടുത്തതെന്നും എന്റെ അമ്മയ്ക്കറിയാം തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇതിന് പിന്നിൽ കളിച്ചവരെയെല്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നുമാണ് കുറിപ്പിലുണ്ടായിരുന്നത്. രാവിലെ മുറിയിൽ കയറി ഷാജി പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് വീട്ടുകാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് മരിച്ചതായി കണ്ടത്. ഷാജി ഉൾപ്പെടെ 3 പ്രതികളുടെ മൊഴിയെടുക്കാൻ ഇന്ന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആത്മഹത്യ. എന്നാൽ SFIക്കെതിരെ സംഭവത്തിൽ ശക്തമായ ആരോപണമുണ്ട്. ഷാജി ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റതായും നിരപരാധികളായ തങ്ങളെ കേസിൽ കുടുക്കിയതാണെന്നും SFI പ്രവർത്തകർ മർദ്ദിച്ചെന്നും രണ്ടാം പ്രതി ജോമറ്റും പറഞ്ഞിരുന്നു. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.